അഭിലാഷിനോട് ഒരു ചോദ്യം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടിക്കെതിരെ കേസ് ഇടണമെന്ന് അഭിലാഷ് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യെസ് എന്ന് പറഞ്ഞാൽ അഭിലാഷിനോട് പബ്ലിക്കലി അപ്പോളജൈസ് ചെയ്യും. ഇല്ലെങ്കിൽ കൊടുക്കണം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസ് ഇടണം എന്ന് അഭിലാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ? വ്യാജമായ പരാതി കൊടുത്ത ആളുകൾക്കെതിരെ കേസ് അഭിലാഷ് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടോ? നിവിൻ പോളിയുടെ വിഷയം ഞാൻ ഇന്നലെ ചർച്ച ചെയ്തിട്ട് കൂടിയില്ല. അതെന്താ നിവിൻ പോളിയുടെ വിഷയം ചർച്ച ചെയ്തില്ലേ? ഞാൻ ചെയ്തിട്ടില്ല. ഒരാൾക്കെതിരെ നിവിൻ പോളിക്കെതിരെ എന്നുള്ളതല്ല ആർക്കെതിരെയും വ്യാജ പരാതി കൊടുക്കരുത്. വ്യാജ പരാതി കൊടുത്ത് വേട്ടയാടിയാൽ അതിന് ഇന്ത്യൻ നിയമവ്യവസ്ഥ നൽകുന്ന സംരക്ഷണമില്ലേ രാഹുൽ ഈശ്വർ? ഒരു കാര്യം ഇതൊരു ചോദ്യമല്ല. നാളെ രാഹുൽ ഈശ്വറിനും അഭിലാഷിനും എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും രാഹുൽ ഈശ്വറെ കാണൂ. കൂടെ നിൽക്കുന്നവരോട് നിങ്ങളെ ബോബി ചെമ്മണ്ണൂർ സമസ്താപരാധം പറഞ്ഞ് ഇനി ഞാൻ വാ തുറക്കില്ല എന്ന് പറഞ്ഞ ദിവസത്തെ രാത്രിയിൽ ഇങ്ങനെ ഇരവാദം കരയിക്കല്ലേ? തിരിച്ചറിയണം. ആയിക്കോട്ടെ, ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? മാളവിക ബിന്നി മാഡം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ന്യായീകരിച്ചു. എവിടെ ന്യായീകരിച്ചു? കള്ളം പറയുന്നതിന് ഒരു മടി വേണ്ടേ? താങ്കൾ ന്യായീകരിക്കുക അല്ലെങ്കിൽ പിന്നെ എന്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ് ന്യായീകരിച്ചു എന്നാണ് അർത്ഥം. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തെറ്റാണ് എന്ന് ഒരു വാചകത്തിൽ പറഞ്ഞിട്ട് ബാക്കി 15 വാചകങ്ങൾ പരാതി കൊടുത്ത വനിതയ്ക്കെതിരായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തത്. ഞാനതിനെ ഇനി അവരെ വേദനിപ്പിക്കുന്നതോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് ഒറ്റക്കാര്യം ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തിൽ കേരളത്തിലെ പുരുഷന്മാർ അനാഥരാണ്, കേരളത്തിലെ പുരുഷന്മാർ അരക്ഷിതരാണ്, അവർ കണ്ണിലും കയ്യുമായി കഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ കഥ കേട്ട് കരച്ചിലല്ലേ വരുള്ളൂ. സുപ്രീം കോടതി പോലും പറഞ്ഞില്ലേ അതിൽ കേരളത്തിലെ പുരുഷന്മാർ അരക്ഷിതരാണെന്നോ? അല്ല, സുപ്രീം കോടതി പോലും മിസ്യൂസ് ചെയ്യപ്പെടുന്നു. നമ്മുടെ മലയാളിയായ KG ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ അല്ലേ പറഞ്ഞത് ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകൾ കൊടുത്തു. പല സ്ത്രീകളും അത് വാളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകളാണ്. വി ഹാവ് ഗിവൻ ദം ഷീൽഡ്, they are using it as sword. സുപ്രീം കോടതിയല്ലല്ലോ നിയമം ഉണ്ടാക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ്. ആ നിയമങ്ങൾ അവിടെയുണ്ട്, ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ അഡ്ജുഡിക്കേഷനാണ് കോടതിയുടെ ഉത്തരവാദിത്തം. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വ്യാജമായി പരാതി കൊടുത്താൽ ആ വ്യാജ പരാതിയെ കൗണ്ടർ ചെയ്യാനും ആ വ്യാജ പരാതി കൊടുക്കുന്ന ആളുകളെ ശിക്ഷിക്കാനും ഈ നാട്ടിൽ നിയമവും വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യം അഭിലാഷ്, ഈ ചോദ്യത്തിന് സത്യസന്ധമായി പറയണം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി എന്ന് തെളിഞ്ഞല്ലോ. പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും കൊടുത്തു. അല്ല, അതിന്റെ നിയമ നടപടിക്രമങ്ങൾ കഴിയണ്ടേ? അപ്പൊ വ്യാജ പരാതി കൊടുത്താൽ മജിസ്ട്രേറ്റിന് തന്നെ ഉത്തരവിടാമല്ലോ ഈ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ടില്ലല്ലോ. നിവിൻ പോളിക്കെതിരെ ഉയർന്ന പരാതി പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രശ്നങ്ങളുള്ള പരാതിയായിരുന്നു. അതിലിപ്പോ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ നടക്കട്ടെ. ഇവിടെ ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ പറയുമ്പോൾ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ നിവിൻ പോളിയുടെ വ്യാജ പരാതി ഇവിടെ ഉന്നയിക്കേണ്ട വിഷയം എന്താണ്? അല്ലല്ല, പോലീസുകാർ നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ എന്തുകൊണ്ട് നിവിൻ പോളിയുടെ പരാതി? ആ റിപ്പോർട്ട് കോടതി സ്വീകരിക്കണമല്ലോ സ്വാഭാവികം. ആ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇങ്ങനെ ഒരു വ്യാജ പരാതി ഉണ്ടാവാൻ ഇടയായത് എന്നുള്ളത് പരിശോധിക്കേണ്ട. ഇതിനൊക്കെ ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കാണണേ. അഭിലാഷ് തന്നെ ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ താങ്കൾ ഒരു വിഷയത്തിൽ ഉത്തരം ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ പറയൂ അത് തെറ്റാണെന്ന്. താങ്കൾ ആ വിഷയം ഉന്നയിച്ചപ്പോ തന്നെ പറഞ്ഞില്ലേ നിവിൻ പോളിക്കെതിരെ എന്നല്ല ഒരാൾക്കെതിരെയും വ്യാജ പരാതി ഉന്നയിക്കാൻ പാടില്ല, ഒരാളെയും വ്യാജമായി ഒരു കാര്യത്തിലേക്ക് വലിച്ചഴിച്ച് അവരെ വേട്ടയാടാൻ പാടില്ല. അതൊക്കെ സുവ്യക്തമായ കാര്യങ്ങളാണ്. ഒരു വിഷയം സംസാരിക്കുമ്പോൾ കേസിലെ സ്ത്രീക്കെതിരെ നടപടി എടുത്തില്ല എന്ന ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? താങ്കൾ സാംസ്കാരിക ഡിബേറ്റ് ആണ്. നിങ്ങൾക്കും എനിക്കും അറിയാം. ഇവിടെ ദിനുവയിൽ ഉന്നയിച്ച ഒരു പ്രസക്തമായ ചോദ്യം ഉണ്ടല്ലോ. ഇന്ന് ബോബി ചെമ്മണ്ണൂർ എന്തോ പുരസ്കാരം നേടി, ഓസ്കാർ സമ്മാനം നേടി വന്ന ആളോ, ഒളിമ്പിക്സിൽ മെഡൽ നേടി വന്ന ആളോ ഒന്നുമില്ലല്ലോ. ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിച്ച ഒരാള് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയാൽ കിട്ടുന്ന സ്വീകരണത്തെക്കാൾ വലിയ സ്വീകരണം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്നു. ആ ആൾക്കൂട്ടം എങ്ങനെ ഉണ്ടാവുന്നു? ആ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം എന്താണ്? ആ ആൾക്കൂട്ടത്തിന്റെ മനോഭാവം എന്താണ് എന്നുള്ളത് കൂടി മലയാളികൾ കണ്ണാടി വെച്ച് നോക്കേണ്ടതാണ്. പോയ ആൾക്കാരെ എനിക്കറിയാം. ശാസ്ത്രമംഗലം അജിത് കുമാർ അടക്കമുള്ളവരെ എനിക്കറിയാം. ഞാനാണ് AKMയുടെ പല പരിപാടി ഇനോഗ്രേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യരുത്, ഞാൻ ഈ പരിപാടിക്ക് വരില്ലെന്ന് മാത്രമല്ല, ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയതല്ല. ദിനുവയിൽ പറയുന്നതിനെക്കാട്ടി രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞു. ബോച്ചയെ രക്തദാനം കൊടുക്കുമ്പോൾ മാല ഇട്ടാൽ മതി, ബോച്ചെ വീട് കൊടുക്കുമ്പോൾ പടക്കം പൊട്ടിക്കാം. ദീപാവലി വിഷു ഒന്നും അല്ലല്ലോ. അവർക്ക് ജീവിതത്തിൽ സ്ത്രീകളിൽ നിന്ന് നേരിട്ട തെറ്റായ അനുഭവം കാരണം സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കലാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്.
അതായത് പുരുഷ വിരോധമാണ് പുരോഗമനമെന്ന് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് പോലെ സ്ത്രീപക്ഷവാദികളെയും ഫെമിനിസ്റ്റുകളെയും പ്രൊവോക്ക് ചെയ്യലാണ് ഈ പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. അവർ 100% ചെയ്തത് തെറ്റാണ്. മാലയിടേണ്ട യാതൊരു ആവശ്യവുമില്ല, പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ അവരോടും പറഞ്ഞു. അവർ ചെയ്യുന്നത് അവർ മുമ്പുള്ള കാര്യത്തിലെ പ്രലോഭനം അല്ല. ഇത് ഒരു സാമാന്യമായ സാമൂഹ്യ ബോധത്തിന്റെ അഭാവമാണ്. ഒരു വ്യക്തി ബസ്സിൽ അശ്ലീലം കാണിച്ചതിന്, ബസ്സിൽ ഒരു വനിതയോട് അപമര്യാദയായി പെരുമാറിയതിന് അകത്ത് കിടന്ന് ഇറങ്ങുമ്പോഴും മാലയിട്ട അതേ ആൾക്കൂട്ടമാണ് ഈ ആൾക്കൂട്ടം. അത് അവർക്ക് പ്രൊവോക്ക് ചെയ്യാനുള്ള വഴിയൊന്നുമല്ല. എന്തോ കാര്യമായ പ്രശ്നമാണ് രാഹുൽ ഈശ്വരെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല സാർ, 101% തെറ്റാണ്. ഇവരുടെ വ്യക്തി ജീവിതം എനിക്ക് അറിയാവുന്നതുകൊണ്ടും അവർക്ക് സ്ത്രീകളിൽ നിന്ന് നേരിട്ട ദുരനുഭവം എനിക്ക് അറിയാവുന്നതുകൊണ്ടും അവരുടെ പരിപാടി ഞാനാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നുള്ളത്. ഈ പരിപാടിയല്ല, ബാക്കി പരിപാടികൾ എനിക്കറിയാം. അവരുടെ ജീവിതത്തിലെ പ്രതികാരം, അല്ല അവരുടെ ജീവിതത്തിൽ സ്ത്രീകൾ അവർക്ക് കൊടുത്ത ദുരനുഭവം അവർക്ക് പ്രതികാരമായി മാറി. അതായത് ഫെമിനിസ്റ്റുകള് പുരുഷ വിരോധമാണ് പുരോഗമനവും തെറ്റിദ്ധരിക്കുന്നല്ലോ, അതേപോലെ സ്ത്രീ വിരുദ്ധമാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് അവർ. ആ തെറ്റിദ്ധരിക്കുന്നവർ തെറ്റായ പാതയിലാണ്. അങ്ങയോടും ദിനുവിനോടും മാളവിക മാഡത്തോടും പ്രമോദ് സാറിനോടും 100% യോജിക്കുന്നു. ശരി, ഓക്കെ.